മുതലപ്പുഴയിലെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് CITU നടത്തിയ മാർച്ചിൽ വകുപ്പ് മന്ത്രിക്ക് എതിരെ മുദ്രാവാക്യം. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. അതേസമയം സംയുക്ത ട്രേഡ് യൂണിയനുകളുമായി നാളെ മന്ത്രി ചർച്ച നടത്തും. മത്സ്യബന്ധനം പൂർണ്ണമായി അവതാളത്തിലാവുകയും ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമരസമിതിയും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CITUവിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെയും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. സമരത്തിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളോടും പ്രവർത്തകർ രോഷം പ്രകടിപ്പിച്ചു. വകുപ്പ് മന്ത്രി പല വാഗ്ദാനങ്ങൾ പലപ്പോഴും തന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും നടപ്പിലായില്ല. നിങ്ങൾ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു, ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യില്ലെങ്കിൽ നമ്മൾ ശക്തമായ സമരം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ആരെയും സമരം കൊണ്ടുപോകും. മണൽ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങി. താൽക്കാലിക പരിഹാരവുമായി സർക്കാർ സംവിധാനങ്ങൾ എത്തിയാൽ അംഗീകരിക്കില്ലെന്നും തൊഴിലാളികൾ പ്രതികരിച്ചു. CITU ഒരു അംഗം പോലും ഇവിടെ നിന്ന് പൊയ്ക്കാതെ മാറത്തില്ല. ഞങ്ങൾ മരണം വരെ അവിടെ കിടക്കും. കാരണം 7 പഞ്ചായത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്ന് ഒരാഴ്ച മഴ പെയ്യുമെങ്കിൽ വക്കം പഞ്ചായത്ത്, അഞ്ചുതെങ്ങ് പഞ്ചായത്ത്, കടക്കാവൂർ, മുതാക്കൽ, ചിറങ്കൽ, ശാർക്കര, ചിറങ്കൽ പഞ്ചായത്ത്, അടൂർ പഞ്ചായത്ത്, കണക്ക് 7 പഞ്ചായത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അന്നൊരു വിഷയമായിട്ട് ഈ നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളെ സമീപിക്കാൻ വന്നാൽ ഞങ്ങൾ മരണം വരെ പൊഴിക്കാത്ത തന്നെ കിടക്കുന്നു. ഞങ്ങൾ പോയി തുറക്കാൻ അനുവദിക്കുന്നതല്ല. അതേസമയം സംയുക്ത സമരസമിതിയുമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി നാളെ ചർച്ച നടത്തും. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.